മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 28 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്, ഒരു നിയമജ്ഞൻ ഈശോ നന്നായിട്ട് ഉത്തരം പറയുന്നു എന്ന് കണ്ട് ഈശോയോട് ചോദിക്കുകയാണ്, നിയമത്തിൽ ഏറ്റവും സുപ്രധാനമായ കൽപ്പന ഏതാണ്? ഈശോ അവനോട് പറയുകയാണ്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ. സ്നേഹത്തെക്കാൾ വലിയ കൽപ്പനകളൊന്നുമില്ല. സ്നേഹത്തെ മാറ്റിമറിക്കാൻ തക്ക കൽപ്പനകളുമില്ല. സ്നേഹമാണ് പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറയുന്നത്. സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുന്ന മനോഭാവം. ആദ്യം സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ്. വിഭജിതമായ ഹൃദയത്തോടെയല്ല ദൈവത്തെ സ്നേഹിക്കേണ്ടത്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അവിടെ മറ്റുള്ളവരോട് സ്നേഹം പാടില്ല, മറ്റു വസ്തുക്കളോടുള്ള സ്നേഹം പാടില്ല, സുഖങ്ങളോടുള്ള സ്നേഹം പാടില്ല. പരിപൂർണമായിട്ടുള്ള ഒരു സ്നേഹം ദൈവത്തോട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കുക, വിഭജിതമായ ഹൃദയത്തോടെയാണോ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്? കുറച്ച് സ്നേഹം ദൈവത്തിന്, കുറച്ച് സ്നേഹം മറ്റുള്ളവർക്ക്, കുറച്ച് സ്നേഹം ജോലിക്ക്, കുറച്ച് സ്നേഹം സുഖങ്ങൾക്ക്, ഇങ്ങനെയാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. ദൈവത്തെ പൂർണ്ണമായ ഹൃദയത്തോടെ, ഏതിനാണോ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം നമ്മൾ കൂടുതൽ കൊടുത്തിരിക്കുന്നത്, നമ്മൾ ഏതിനെക്കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത്, അതിനാണ് നമ്മൾ പൂർണ്ണമായ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ദൈവത്തെ എപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ, ദൈവത്തെ എപ്പോഴും ധ്യാനിക്കുകയാണെങ്കിൽ ദൈവത്തിനായിരിക്കും നമ്മൾ സ്ഥാനം കൊടുത്തിരിക്കുക. പരിശോധിച്ച് നോക്കണം. 2, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നീ എങ്ങനെ നിന്നെ സ്നേഹിക്കുന്നോ അതുപോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നീ എങ്ങനെ നിന്നോട് പൊറുക്കുന്നോ അതുപോലെ നിന്റെ അയൽക്കാരനോട് പൊറുക്കണം. നീ എങ്ങനെ നിന്റെ ജീവിതത്തെ വളർത്താൻ പരിശ്രമിക്കുന്നോ അതുപോലെ അയൽക്കാരന്റെ ജീവിതത്തെയും വളർത്താനായിട്ട് പരിശ്രമിക്കണം. നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിന്റെ വഴി വിഭജിതമല്ലാത്ത ഹൃദയത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതും, നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത്, അത് ദൈവാനുഗ്രഹത്തിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കും. സ്നേഹത്തെക്കാൾ വലിയ കൽപ്പനകളില്ല. സ്നേഹിക്കുക. കരങ്ങൾ യാചനയോടെ പിടിച്ച് ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ, നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ അയൽക്കാരനെ സ്നേഹിക്കാൻ ഒരു കൃപ ലഭിക്കുന്നതിന് വേണ്ടി സ്തുതിക്കാം. ഹല്ലേലൂയ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഈ ദിവസത്തെ ഇവരുടെ അധ്വാനങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും, എല്ലാ കെട്ടുകളും, പിശാചിന്റെ ഉപദ്രവങ്ങളും, നാരകീയ ശക്തികളും പൈശാചിക ശക്തികളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ ഇവരിൽ നിന്ന് ഇപ്പോൾ നീങ്ങി പോട്ടെ എന്ന് കൽപ്പിക്കുന്നു. തടസ്സങ്ങളെല്ലാം മാറിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.